ഗസയിൽ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം. കുടിവെള്ളത്തിനായി കാത്തുനിന്ന 6 കുട്ടികൾ ഉൾപ്പെടെ 50ഓളം പേർ കൊല്ലപ്പെട്ടതായി ഗസ സിവിൽ ഡിഫൻസ് ഏജൻസി. പരുക്കേറ്റ നിരവധി പേരെ നുസേറത്തിലെ അലാദ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ 7 കുട്ടികളുമുണ്ട്. കുടിവെള്ളമെടുക്കാൻ ക്യാനുകളുമായി ക്യൂ നിന്നവർക്ക് നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായത്. അഭയാർത്ഥി ക്യാമ്പിനടുത്തുള്ള കുടിവെള്ള ടാങ്കറിൽ നിന്ന് വെള്ളമെടുക്കാനെത്തിയവരാണ് കൊല്ലപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ പ്രദേശവാസികൾ ഉടൻ തന്നെ പരുക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം 50ഓളം പലസ്തീൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായി. ഇന്നലെയുണ്ടായ ബോംബാക്രമണത്തിൽ ഭക്ഷണത്തിനായി കാത്തുനിന്ന 34 പേർ ഉൾപ്പെടെ 110 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. അതേസമയം ഗസ വെടിനിർത്തൽ കരാറിലുള്ള ചർച്ചകളിൽ പുരോഗതിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ കാലയളവിൽ ഗസയുടെ 1/3 പ്രദേശത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ നിലനിർത്തുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. സൈനിക പിന്മാറ്റം സംബന്ധിച്ച് തിങ്കളാഴ്ച ഇസ്രായേൽ പുതിയ ഭൂപടം അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24.